നമസ്കാരം. മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ഏപ്രിൽ 2-ാം തീയതി ഹാജരാകണം എന്നാണ് സമൻസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇഡിയുടെ അന്ത്യശാസന നോട്ടീസ് കിട്ടിയെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇതെന്ന് അദ്ദേഹം ആരോപിച്ചു. തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. കോടതിയിൽ ഇരിക്കുന്ന കേസിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇഡിക്ക് ഭീഷണിയുടെ സ്വരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയിൽ ഇരിക്കുന്ന കേസാണ്, കോടതിയിൽ നിന്ന് തന്നെ സംരക്ഷണം തേടും. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായി ഇഡി ഭീഷണിപ്പെടുത്തുന്നു, ചെന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ നടക്കും, ഇത് കേരളമാണെന്ന് ഇഡി ഓർക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു. മസാല ബോണ്ട് ഇടപാടിലെ ഇഡി സമൻസിനെതിരായ തോമസ് ഐസക്കിൻ്റെ ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം ഇഡി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കോടതി ഉത്തരവ് പ്രകാരം അന്വേഷണവുമായി സഹകരിച്ചു എന്ന് കിഫ്ബി കോടതിയെ അറിയിച്ചു. ഹർജികൾ അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഹർജിക്കാർക്ക് കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് ടി.ആർ. രവി പറഞ്ഞു. കേസിനി മെയ് 22-നാണ് വീണ്ടും പരിഗണിക്കുക. മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ച വ്യക്തി എന്ന നിലയിലും കിഫ്ബി സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് തോമസ് ഐസക്കിന് പുതിയ സമൻസ് നൽകിയത് എന്നാണ് ഇഡി നിലപാട്. കേസുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക് ഒഴികെ എല്ലാവരെയും ചോദ്യം ചെയ്തെന്നും അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഐസക്കിനെ ചോദ്യം ചെയ്യണം എന്നും ഇഡി വിശദീകരിക്കുന്നു. അതേസമയം മസാല ബോണ്ട് വഴിയുള്ള ഫണ്ട് കിഫ്ബി വിനിയോഗിച്ചതിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും ഇത് സംബന്ധിച്ച് തോമസ് ഐസക്കിൻ്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നുമാണ് ഇഡി ഹൈക്കോടതിയിൽ അറിയിച്ചത്. മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട് ഇഡി അയച്ച സമൻസിനെതിരെ തോമസ് ഐസക് നൽകിയ ഹർജിയിലാണ് ഇഡി ഇക്കാര്യം നേരത്തെ അറിയിച്ചത്. ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചത് എന്തുകൊണ്ടാണെന്ന് ഇഡി അറിയിക്കണമെന്ന് അന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് ഇഡി സത്യവാങ്മൂലം നൽകിയത്. സമൻസിനെതിരെ കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയ ഹർജികൾ പരിഗണിച്ച കോടതി 2 ഹർജികളും മെയ് മാസം 22-ന് പരിഗണിക്കാനാണ് മാറ്റിയത്. തോമസ് ഐസക്കും കിഫ്ബി ഉദ്യോഗസ്ഥരും സഹകരിക്കാത്തതിനാൽ 2022 ഓഗസ്റ്റ് മുതൽ അന്വേഷണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും സമൻസ് അയക്കുന്നത് കോടതി സ്റ്റേ ചെയ്തിട്ടില്ലെന്നും ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാർ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തോമസ് ഐസക് ഹാജരാകാത്തത് നിയമലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫണ്ട് വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് തോമസ് ഐസക്കാണെന്ന് കിഫ്ബി നൽകിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ജനറൽ ബോഡിയുടെയും യോഗത്തിൻ്റെ മിനിറ്റ്സ് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. രേഖകളും മൊഴികളും പരിശോധിച്ച് ഇഡി അന്വേഷണത്തിൽ ഏറെ മുന്നോട്ടും പോയിട്ടുണ്ട്. ഫണ്ട് വിനിയോഗത്തിൽ ഒട്ടേറെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ല. എന്നാൽ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടെന്ന സംശയമുണ്ട്. അതിനാൽ ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും ഇഡി അറിയിച്ചു. അതേസമയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇഡി അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ ശക്തമായി വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. ഇഡി കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂലിപ്പണി ചെയ്യുകയാണെന്നും ആ കൂലിപ്പണിയിലൂടെ പണം സമ്പാദിക്കുകയാണെന്നുമായിരുന്നു MV ഗോവിന്ദൻ്റെ ആരോപണം.